നോ നോ അച്ഛ. ഷോക്ക് കൊടുക്കാൻ മാത്രം അച്ഛന്റെ മകൻ ഒരു ഭ്രാന്തനാണെന്നാണോ പറയണേ? പെട്ടെന്നെല്ലാം അറിഞ്ഞതിലുള്ള ഞെട്ടൽ അല്ലേ അച്ചുവിനെ. അതിന് ഈയൊരു വഴി വേണ്ടച്ച. സമ്മതമെന്നോണം തലകുലുക്കുന്ന ശങ്കറിനെ കുലുക്കി ശിവ പറഞ്ഞു. അയാൾ അവളെ നോക്കി തീർത്തും നിസ്സഹായതയോടെ. ഈ കുട്ടി ഇതെന്തൊക്കെയാ? തനിക്ക് ഇപ്പോഴും ആകാശിന്റെ അവസ്ഥ മനസ്സിലായിട്ടില്ല. അവന്റെ ഹൃദയം മറ്റെല്ലാരേക്കാളും വീക്കാണ് ഇപ്പൊ എന്നല്ല, ചെറുപ്പം മുതലേ. സാധാരണ കുട്ടികളിൽ നിന്ന് വളരെയധികം. കുഞ്ഞുനാൾ മുതലേ അവനെ ശ്രദ്ധിക്കാനോ സ്നേഹിക്കാനോ ആരുമില്ല എന്ന് തോന്നൽ, മറ്റുള്ളവരിൽ നിന്നുള്ള ബാഡ് കമന്റ്സ് ഒക്കെ അവന്റെ മനസ്സിനെ ദിനംപ്രതി ദുർബലമാക്കിക്കൊണ്ടിരുന്നു. അതുകൊണ്ടാവണം പിടിച്ചു നിൽക്കാനുള്ള സാഹചര്യത്തിലും ആകാശ് വീണുപോയത്. ഡോക്ടർ പറയുമ്പോൾ ശങ്കറിന്റെ കണ്ണു നിറഞ്ഞു. താൻ അവനെ കുഞ്ഞിലെ അവഗണിക്കുന്നതും എന്തു ചെയ്താലും കുറ്റം കണ്ടുപിടിക്കുന്നതുമൊക്കെ അയാളുടെ മുന്നിൽ സിനിമ കണക്കെ ഓടിക്കൊണ്ടിരുന്നു. നല്ലൊരു അച്ഛനാണോ താൻ എന്ന് മനസ്സാക്ഷി പലയാവർത്തി അയാളോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പോഴും അവനിലുണ്ടായ മാറ്റം അതാണ്. താൻ മറന്നെന്ന് വിശ്വസിച്ച, അല്ലെങ്കിൽ ബുദ്ധി അവനെ കൊണ്ട് മറപ്പിച്ച കാര്യം ഇന്നവന്റെ മനസ്സ് അവനെ ഓർമ്മപ്പെടുത്തി. അവൻ കണ്ട കാര്യങ്ങൾ, മനസ്സിൽ തട്ടിയ സംഭവങ്ങൾ, മാനസിക നിലതെറ്റിച്ച സന്ദർഭമൊക്കെ അവന്റെ ബുദ്ധി മനഃപൂർവ്വം മറന്നെന്ന് നടിച്ചവയായിരുന്നു. പക്ഷെ ഇന്നതൊക്കെ വീണ്ടും കണ്ടപ്പോ അവന്റെ മനസ്സ് അതിനെ വീണ്ടും ഓർത്തെടുത്തു. അതവന്റെ ഹൃദയത്തിന് താങ്ങാൻ സാധിച്ചില്ല. ഇമോഷണൽ ഇംബാലൻസ് കാരണമാണ് ഇതൊക്കെ. സോ അതിൽ നിന്ന് റിക്കവർ ആവണമെങ്കിൽ ഒന്നുകിൽ ഇതിനൊക്കെ ആകാശ് ഈ അവസ്ഥയിലാവാൻ ഉണ്ടായ കാരണം അവനെ പറഞ്ഞു ബോധ്യപ്പെടുത്തി ഉൾക്കൊള്ളിക്കുക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഷോക്ക് ട്രീറ്റ്മെന്റ്. ഡോക്ടർ പറഞ്ഞു നിർത്തുമ്പോൾ ശിവയുടെ മനസ്സിൽ എന്തോ ഭാരം കയറ്റിവെച്ച പോലെ തോന്നി അവൾക്ക്. കണ്ണുകളടച്ച് അവൾ കുറച്ചുനേരം ഇരുന്നു. കവിളിൽ ചുംബിച്ചെന്നോണം കണ്ണുനീർ ഒലിച്ചിറങ്ങി. ആദ്യം അവനെ കണ്ടതു മുതലുള്ള ഓരോന്നും അവളുടെ മനസ്സിൽ കടന്നു വന്നു. എപ്പോഴും തന്നെ ഇടങ്ങേറാക്കുന്ന അവന്റെ മുഖവും ഇന്ന് താൻ കണ്ടവന്റെ തകർന്ന അവസ്ഥയും ഓർക്കെ വല്ലാത്തൊരു കൊളുത്തിവലി അനുഭവപ്പെട്ടു. മനസ്സിൽ ചിലതൊക്കെ തീരുമാനമെടുത്ത് അവൾ കണ്ണു തുറന്നു. അച്ഛാ, ഷോക്ക് ട്രീറ്റ്മെന്റ് അത് വേണ്ട. അച്ചുവിനെ പഴയതുപോലെ ഞാൻ ആക്കിയെടുക്കാം, ഐ പ്രോമിസ്. ശങ്കറിന്റെ കയ്യിൽ അവളുടെ കൈ ചേർത്ത് അവൾ പറഞ്ഞതും അയാൾ കുറച്ചുനേരം ചിന്തിച്ച് അവളോട് തലകുലുക്കി. അവൻ അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടി കടന്നു വന്നതാണെന്ന് പറയാതെ ശിവയെ തന്റെ മരുമകളാക്കാൻ നോക്കിയതാണ് അയാൾ. അവൾ അവന്റെ അവസ്ഥ അറിഞ്ഞാൽ അവനെ വിട്ടുപോകുമോ എന്ന പേടിയായിരുന്നു. പക്ഷേ ഇന്ന് താൻ തളർന്ന അവസ്ഥയിലും സമാധാനിപ്പിച്ച് ധൈര്യം തരുന്ന അവളെ അയാൾ നന്ദിപൂർവ്വം നോക്കി. ചേട്ടാ, ഈ ഡിസ്ചാർജിനുള്ള പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാ ചെയ്തോ, ഞാൻ ഇപ്പോ വരാം. കണ്ണുനീർ തുടച്ചവൾ അവിടെ നിന്ന് എഴുന്നേറ്റതും ഡോക്ടറടക്കം അവർ അവളെ തന്നെ നോക്കി. ആകാശിന്റെ ആരാ ആ കുട്ടി? ഫിയാൻസി? ഡോക്ടർ ചോദ്യങ്ങളൊക്കെ ഹാനിയുടെ മുഖത്ത് ഉറ്റുനോക്കി ചോദിച്ചതും പുറത്തേക്കിറങ്ങാൻ ആഞ്ഞ ശിവ അതിന് മറുപടി കൊടുത്തു പൂർണ്ണ മനസ്സോടെ. തന്റെ ഫ്ളാറ്റിൽ ഓടി റെനയുടെ റൂമിൽ കയറിയവൾ ഡ്രോയറാകെ എന്തിനോ വേണ്ടി പരതി. മുന്നിൽ തടഞ്ഞ ഡ്രസ്സ് വലിച്ചെറിഞ്ഞു. അവൾ പ്രതീക്ഷിച്ച വസ്തുവിന് വേണ്ടി അവിടെ ആകെ നോക്കി. താൻ വെച്ചെടുത്തത് കാണുന്നില്ല എന്നത് ശിവയുടെ ദേഷ്യം കൂട്ടി. തലയിൽ കൈവച്ച് കുറച്ചുനേരം കണ്ണടച്ചാലോചിച്ചു. പെട്ടെന്നെന്തോ ഓർത്തതുപോലെ അവൾ വേഗം തന്റെ മുറിയിലേക്ക് ഓടി. തിരച്ചിലിനൊടുവിൽ കയ്യിലെന്തോ തടഞ്ഞതും അവൾ പ്രതീക്ഷയോടെ അതിലേക്ക് ഉറ്റുനോക്കി. താൻ തിരഞ്ഞത് തന്നെയാണെന്ന് കാണെ അവളിൽ ആശ്വാസം നിറഞ്ഞു. തിരികെ ഇറങ്ങുന്നതിന് മുന്നേ അവൾ കിച്ചൺ സൈഡിലായുള്ള പൂജാമുറിയുടെ വാതിൽക്കൽ നിന്നു. കയ്യിലുള്ള ബുക്ക് നെഞ്ചോട് ചേർത്ത് അവൾ കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചു. തന്റെ പാതിക്ക് വേണ്ടിയുള്ള അവളുടെ ആദ്യ പ്രാർത്ഥന. ഒരുപാട് നാളേക്ക് ശേഷം അവൾ അവളുടെ ഇഷ്ടദൈവത്തിന് മുന്നിൽ വണങ്ങി നിന്ന നിമിഷം. മനസ്സിൽ 1000 വട്ടം അച്ചുവിനെ ഈ അവസ്ഥയിൽ നിന്ന് കരകയറ്റണമെന്ന പ്രാർത്ഥന. ഒടുവിൽ പഴയതുപോലെ തന്നെ അവനെ തനിക്ക് നൽകണമെന്ന അപേക്ഷ. സ്റ്റെപ്പുകൾ കയറി മുന്നിലേക്ക് നടക്കവേ അവളുടെ ഹൃദയം പെരുമ്പറ മുട്ടുന്നുണ്ടായിരുന്നു. കരഞ്ഞു തളർന്നിരിക്കുന്ന അവന്റെ അമ്മയെയും അച്ഛനെയും നോക്കി അവൾ അടുത്തായി നിൽക്കുന്ന ആനന്ദിനെ നോക്കി. അയാൾ കണ്ണുകൊണ്ട് സമ്മതം കൊടുത്തതും അവൾ അവന്റെ റൂമിൽ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കയറി. മുഴുവൻ ഇരുട്ട് നിറഞ്ഞു കിടക്കുന്നു. പതിയെ അവൾ ലൈറ്റ് ഓണാക്കിയതും അവിടെയായി കണ്ണുകൾ അടച്ചിരിക്കുന്ന അച്ചുവിനെ കണ്ട് വിറക്കുന്ന കാലോടെ മുന്നിലേക്ക് നടന്നു. അവന്റെ അടുത്തെത്തിയിട്ടും അവൻ അവളെ നോക്കുന്നില്ല. കണ്ണു നിറഞ്ഞ് വെള്ളം വരുന്നുണ്ടെങ്കിലും കൃഷ്ണമണി ചലിക്കുന്നില്ല. കണ്ണ് ചിമ്മാൻ പോലും അച്ചു മറന്നിരിക്കുന്നു എന്നവൾക്ക് മനസ്സിലായി. അവന്റെ അടുത്തായിരുന്ന് അവൾ അവന്റെ ചുമലിൽ കൈവച്ചു. പെട്ടെന്നൊരു ഞെട്ടലോടെ മുന്നിലേക്ക് നോക്കിയവൻ. മുന്നിൽ നിൽക്കുന്ന ശിവയെ കാണാൻ അവന്റെ കണ്ണ് ചുമന്നു. ദേഷ്യം അവനിൽ ഇരച്ചു കയറുന്നത് അവൾക്ക് കാണാൻ സാധിച്ചു. അച്ചു, വിറയാർന്ന സ്വരത്തിൽ അവൾ അവനെ വിളിച്ചു. കയ്യിലിരുന്ന ബുക്ക് അവന്റെ മുന്നിലായി വെച്ചു. പോ, പുറത്തു പോ. മുഖത്തിൽ കൈവച്ച് മറച്ചവൻ അലറിയതും അവളത് കാര്യമാക്കാതെ അവനെ കാലിൽ പിടിച്ച് നിലത്ത് മുട്ടുകുത്തിയിരുന്നു. അച്ചു, ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവണം എന്നില്ല. പക്ഷെ നിന്റെ മനസ്സിലുള്ള എല്ലാ ചോദ്യത്തിന് ഉത്തരവും ഇതിലുണ്ട്. അത്രയും പറഞ്ഞവൾ പുറത്തേക്കിറങ്ങി. ഏറെ നേരം കഴിഞ്ഞ് മുഖത്തു നിന്നും കൈമാറ്റി അവൻ ടേബിളിൽ നോക്കി. അവിടെയിരിക്കുന്ന ബുക്കിൽ എന്തോ എഴുതിയിരിക്കുന്നത് കണ്ടവൻ സൂക്ഷിച്ചു നോക്കി. വിറകൊണ്ട കൈയോടെ അതെടുക്കുമ്പോ മിടിച്ചിരുന്നതിനേക്കാൾ അധികം അവന്റെ ഹൃദയമിടിച്ചു. പുറംചട്ടയിൽ വളരെ ഭംഗിയായി എഴുതിയിരിക്കുന്നത് പേര്
അവന്റെ അതരം ഒരുവിടെ അവന്റെ ഹൃദയം നേരത്തേക്കാൾ 10 മടങ്ങ് ഇടിക്കാൻ തുടങ്ങി. കണ്ണ് നിറയാൻ വെമ്പി നിൽക്കുന്ന പോലെ ചുണ്ടു വിതുമ്പി. കൊച്ചു കുഞ്ഞിനെ എന്ന പോലെ അതിലെ ആദ്യ താളുകൾ അവനവന്റെ വിറയാർന്ന കൈകൊണ്ട് മറിച്ചു. എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു സൂപ്പർ ഹീറോ ഉണ്ടാവുമെന്ന് കുഞ്ഞു പെൺകുട്ടികൾ കുഞ്ഞുകുട്ടിയുടെ കവിളിൽ ചുണ്ടു ചേർത്ത് നിൽക്കുന്ന അല്പം പ്രായം കൂടിയ പെൺകുട്ടിയെ കാണെ. കണ്ണുനീർ ഉരുണ്ടുകൂടിയിരുന്ന അവന്റെ കണ്ണുകൾ വികസിച്ചു. ചൊടികൾ ചെറുതായി വിടർന്നു. അടുത്ത പേജിലുള്ള വാചകത്തിലൂടെ അവന്റെ കണ്ണുകൾ ഓടി നടന്നു. ഓരോ വരിയും തനിക്കായാണ് എഴുതിയിരിക്കുന്നതെന്ന് പോലും അവനൊരു നിമിഷം തോന്നി. വാക്കുകളിലൂടെ ഇത്രത്തോളം വർണ്ണിച്ചിട്ടുള്ളത് തന്നെയാണെന്ന് അവൻ വിശ്വസിച്ചു. അപ്പോഴൊക്കെ അവന്റെ മനസ്സിലും കൺമുന്നിലും ഒരേ ഒരു മുഖം മാത്രം, ഐഷു. തന്റെ ഐഷു. അവന്റെ ഉള്ളം തുടിച്ചു. എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു സൂപ്പർ ഹീറോ ഉണ്ടാവുമെന്ന് അമ്മ പറഞ്ഞപ്പോ ശരിക്കും ചിരിയാ വന്നത്. ചെറുപ്പത്തിൽ തന്നെ അനാഥരാവേണ്ടി വന്നവർക്ക് ആര് തുണ ഉണ്ടാവാനാ? എന്നെ പോലെയുള്ളവരെ സമാധാനിപ്പിക്കാൻ പറയുന്നൊരു വാക്ക് മാത്രമായിട്ടേ അതിനെ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇന്ന് ഞാൻ കണ്ടു എന്റെ സൂപ്പർ ഹീറോയെ. ഒരു മാത്രയിൽ തന്നെ തന്റെ ഹൃദയം കവർന്നവൻ. അവനെ കണ്ട നിമിഷം പടച്ചവൻ എനിക്കായി വിധിച്ചവൻ ഇതാണെന്ന് തോന്നി. തിരിഞ്ഞു നടക്കുമ്പോൾ ഒരുപാട് ആശിച്ചു ആ മുഖം വീണ്ടും ഒന്ന് കാണണമെന്ന്. തിരിഞ്ഞു നോക്കിയെങ്കിലെന്ന് അതുണ്ടായില്ല. ഇന്നെന്റെ ഉറക്കം പോലും കവർന്നവനെ, നീ എവിടെയാ? ശരിക്കും ഐഷുവിന്റെ ജീവിതത്തിലെ രാജകുമാരൻ നീയാണോ? അല്ലെങ്കിലും ആണെന്ന് വിശ്വസിക്കാൻ ഒരാഗ്രഹം. വായിച്ചു കഴിയവേ അവന്റെ ഉള്ളം തുടിച്ചു. അവളുടെ ജീവിതത്തിലെ കുഞ്ഞു കാര്യങ്ങൾ പോലും അതിൽ പകർത്തിയിട്ടുണ്ട്. അവൾക്ക് നേരെ നീളുന്ന മറ്റുള്ളവരുടെ പുഞ്ചിരിയുടെ അളവ് പോലും വളരെ ഭംഗിയായി എഴുതിയിട്ടുണ്ട്. അതെഴുതുമ്പോഴുള്ള അവളുടെ മാനസികാവസ്ഥ അത് വായിക്കുമ്പോൾ അവനിലും നിറയുന്ന പോലെ തോന്നി. എന്തൊരു സാധനമാ പഠിച്ചോനെ! കലിപ്പ് കണ്ടുപിടിച്ചത് അങ്ങേരാണെന്ന ഭാവം. ഇഷ്ടം പറഞ്ഞു മുന്നിൽ പോയപ്പോ ഒരു നോട്ടവാ. കണ്ടാ തോന്നും അങ്ങേരുടെ വീടും സ്ഥലവും എന്റെ പേർക്ക് എഴുതി ചോദിച്ചതാണെന്ന്. ഇങ്ങനെയുണ്ട് ഓരോന്ന്. ഇതിനൊക്കെ ഐഷു ആകാശിനോട് പകരം വീട്ടാൻ പോവാ. കൂടെ നിന്നേക്കണേ ഐഷു, എന്റെ പെണ്ണാണെന്ന് എല്ലാവരോടുമായി ആകാശ് എന്നാ എന്റെ അച്ചേട്ടൻ പറയുന്നത് വരെ എനിക്കിനി വിശ്രമമില്ല. പടച്ചോനെ, അച്ചേട്ടൻ എനിക്ക് മാത്രമായി തരണേ, ഐഷുവിന്റെ മാത്രം അച്ചേട്ടനായി. ഈ വരികളിലൂടെ ഒക്കെ അവന്റെ മനസ്സ് നൂൽവിട്ട പട്ടം പോലെ ഓടി നടന്നു. ഓരോന്ന് വായിക്കുമ്പോൾ അവന്റെ കണ്ണിലുള്ള തിളക്കവും ചൊടിയിലെ പുഞ്ചിരിയും കൂടിക്കൊണ്ടിരുന്നു. ഐഷ സുൽത്താന. ഉള്ളം അവളുടെ നാമം മാത്രം മന്ത്രിച്ചു. അവരുടെ പ്രണയ നിമിഷങ്ങളിൽ കൂടി അവൻ ഒന്നുകൂടി സഞ്ചരിച്ചു. ഐഷു തനിക്ക് എത്രത്തോളം വേണ്ടപ്പെട്ടതായിരുന്നു എന്ന് അവനതൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. എന്തിനാ എനിക്ക് ഇങ്ങനെയൊരു വിധി? സന്തോഷിച്ചു തുടങ്ങിയിട്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ. ഇത്രയും വലിയൊരു ശിക്ഷ തരാൻ ഞാൻ പാപിയാണോ? അതോ അച്ചേട്ടന്റെ സ്നേഹം എനിക്ക് അർഹതപ്പെട്ടതല്ല എന്ന് തോന്നിയോ? അതുകൊണ്ടാണോ എന്നിൽ നിന്ന് അകറ്റിയത്? അച്ചേട്ടന്റെ പാതിയാവാൻ വിധി ഉണ്ടായിരിക്കില്ല. അവസാന പേജിലുള്ള അവളുടെ വാക്കുകൾ വായിക്കവേ അച്ചുവിന് വല്ലാത്തൊരു വീർപ്പുമുട്ടൽ തോന്നി. ചങ്ക് പൊടിയുന്ന പോലെ. ബാക്കി വായിക്കാനായി ബുക്ക് മറിക്കെ അതിൽ വേറെയൊന്നും ഉണ്ടായിരുന്നില്ല. ഐഷു, എന്റെ പെണ്ണ്. അവന്റെ ഹൃദയം അലമുറയിട്ടു. ധൃതിയിൽ പുറത്തേക്കിറങ്ങാൻ ആഞ്ഞ അച്ചുവിന്റെ കാലിൽ എന്തോ ഒന്ന് തടഞ്ഞു. അതെന്താണെന്നറിയാൻ മുട്ടുകുത്തിയിരുന്ന് അതെടുക്കുമ്പോ വല്ലാതെ ഹൃദയം ഇടിച്ചു. ഒരു കുഞ്ഞു ബോക്സും ഒപ്പം ഒരു കത്ത് കണ്ടതും അവന്റെ കൈ ആദ്യം കത്തിലേക്ക് നീങ്ങി. അച്ചേട്ടാ, വെറുത്തു പോയിട്ടുണ്ടാവും അല്ലേ? ഒരുപാട് കരയിപ്പിച്ചല്ലേ ഞാൻ? ക്ഷമ ചോദിക്കാൻ പോലും എനിക്ക് അർഹതയില്ലെന്നറിയാം. അത്രയ്ക്ക് ഹൃദയം കീറിമുറിക്കുന്ന വാക്കല്ലേ ഞാൻ പറഞ്ഞത്? അതൊക്കെ അച്ചേട്ടനോട് പറയുന്നതിന് എത്രയോ മുന്നേ എന്റെ ഹൃദയം മരിച്ചതാ. വിട്ടുപോകേണ്ടി വരുമെന്ന് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ ഒരിക്കലും വരില്ലായിരുന്നു. ശല്യപ്പെടുത്തിക്കൊണ്ട്, സ്നേഹം പറഞ്ഞുകൊണ്ട്, പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ വേണ്ടിയല്ല ഐഷു അച്ചുവിനെ സ്നേഹിച്ചത്. പക്ഷെ എന്റെ അവസ്ഥ ഇതായിരിക്കും വിധി. ഞാൻ പോകുക അച്ചേട്ടാ. ഞാൻ അവസാനമായി സംസാരിക്കുന്നത് അച്ചേട്ടനോടായിരിക്കണം എന്നെനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അച്ചേട്ടന്റെ മടിയിൽ കിടന്നാവണമെന്നും അച്ചേട്ടന്റെ പെണ്ണായി തന്നെ ആവണമെന്നും അതിനുവേണ്ടി അച്ചേട്ടൻ എനിക്കായി തന്നത് ഞാൻ അനുവാദം കൂടാതെ അണിയുക. ആ കൈകൊണ്ട് ഏറ്റുവാങ്ങണം എന്ന് വിചാരിച്ചത് സ്വയം അണിയുക. റൂഹി എന്നിൽ നിന്ന് അകലുന്നവരെയെങ്കിലും ഇതെന്റെ ഇടനെഞ്ചോട് ചേർത്ത് വെക്കണം എനിക്ക്. ഇതൊക്കെ എന്നെങ്കിലും അറിയുമ്പോ വരണം എന്റെ അടുത്തേക്ക്. ഐഷു അച്ചേട്ടന് സ്വന്തമാകുന്ന നിമിഷം എനിക്ക് തരാമെന്നേറ്റ ചുംബനവുമായി വരണം. എന്നെക്കാളേറെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അച്ചേട്ടാ. ഒരുപക്ഷെ അവസാന നിമിഷം വരേക്കും എന്റെ ഹൃദയതാളം നിങ്ങൾക്ക് വേണ്ടിയായിരിക്കും ഇടിക്കുന്നത്. അച്ചേട്ടന്റെ മാത്രം ഐഷു. പല വാക്കുകളും അവളുടെ കണ്ണീരാൽ കുതിർന്നു പോയിട്ടുണ്ട്. വായിച്ചു കഴിയവേ അവനൊരു തളർച്ചയോടെ നിലത്തെ കൂർന്നു പോയി. ഒരു കൈയിലെ കത്ത് നെഞ്ചോട് ചേർത്ത് മറുകൈയിൽ പിടിച്ചിരുന്നത് അവൻ നേരെ പിടിച്ചു. അച്ചേട്ടൻ എന്ന് അതിമനോഹരമായി കൊത്തിയ മാലയാണെന്ന് കാണെ അവന്റെ സമനില തെറ്റുന്നത് പോലെ തോന്നി. അവന്റെ പെണ്ണാവാൻ കൊതിച്ചവൾ ഇതും അണിഞ്ഞാണ് അവളുടെ അവസാന നിമിഷം കഴിഞ്ഞതെന്നോർക്കെ അവൻ അലറി വിളിച്ചു. ചങ്ക് പൊടിയുന്ന വേദന. കുറഞ്ഞ സമയം കൊണ്ട് ഐഷുവിനെ വെറുത്തതിലുള്ള കുറ്റബോധം. ഇത്രയും തന്റെ പ്രാണനായിട്ട് അവസാനമായി അവളെ ഒരു നോക്ക് കാണാൻ പറ്റിയില്ല എന്ന നിരാശ എല്ലാം കൊണ്ടും അവന്റെ ഹൃദയം പലതായി കീറിമുറിച്ച പോലെ തോന്നി അവന്.
ഡയറിയിൽ നിന്ന് അടർന്നു വീണ അവളുടെ ഒരു ഫോട്ടോ മുറുക്കി പിടിച്ച് അച്ചു വീട് കുലുങ്ങുമാർ ഉച്ചത്തിൽ അലറി ഉള്ളിലേക്ക് പോകാൻ നിന്ന മറ്റെല്ലാവരെയും തടഞ്ഞു ശിവ അവനടുത്തായി ചെന്നു. അവളെ ആട്ടിപ്പായിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അവളെ ഞെട്ടിച്ചുകൊണ്ട് അവൻ ഉടുമ്പടക്കം അവളെ വരിഞ്ഞു മുറുക്കി. അവളുടെ നെഞ്ചിൽ തലവെച്ച് തേങ്ങിക്കരയുന്ന അവനെ സമാധാനിപ്പിക്കാനോ ആശ്വസിപ്പിക്കാനോ ആവാതെ കണ്ണു നിറക്കാൻ മാത്രമേ അവൾക്കും അന്നേരം കഴിഞ്ഞുള്ളൂ. അപ്പോഴും അവന്റെ കയ്യിൽ ഐഷുവും ഐഷുവിന്റെ ഓർമ്മകളും ഒപ്പം അവന്റെ മഹറും ഭദ്രമായിരുന്നു. അച്ചു. തളർച്ചയോടെ മയങ്ങിയിരുന്ന അച്ചു പെട്ടെന്ന് പുറത്തേക്ക് പോകാൻ തുനിഞ്ഞതും ഹാനി അവനെ തടഞ്ഞു. എനിക്ക് കാണണവളെ. അവന്റെ വാക്കുകൾ കേൾക്കെ എല്ലാവരും ഞെട്ടി അവനെ നോക്കി. ഹാനി ദയനീയമായി ശിവയെ നോക്കി. എന്നാൽ അവൾ മാത്രം മുന്നോട്ട് വന്ന് അവന്റെ കയ്യിൽ കൈ കോർത്തു പിടിച്ചു. അച്ചു നോക്കിയതും അവളൊന്ന് കണ്ണു ചിമ്മി അവനുമായി മുന്നോട്ട് നടന്നു. പുറകെ ഹാനിയും. കുറച്ചുനേരം കഴിഞ്ഞ് വണ്ടി നിൽക്കുന്നത് മനസ്സിലാക്കി അച്ചു സീറ്റിൽ നിന്ന് നേരെ ഇരുന്ന് കണ്ണു തുറന്നു നോക്കവേ മുന്നിലായുള്ള പള്ളി കണ്ട് അവന്റെ ഹൃദയം തിങ്ങി. ആരെയും നോക്കാതെ ഡോർ തുറന്നു പുറത്തേക്കിറങ്ങുന്ന അവനെ ഹാനി തടയാൻ ശ്രമിച്ചെങ്കിലും ശിവ അവനെ എതിർത്തു. ഹാനിയെ അവനൊപ്പം പറഞ്ഞയച്ച് അവർ പോകുന്നത് നോക്കി നിന്നു. അവൾക്കടുത്തായി കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ റെനയും തന്റെ ഇത്തുവിനെ കാണാൻ പോകുന്നതാണെന്ന് അവളുടെ ഉള്ളു മന്ത്രിക്കവേ അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. നിലത്തുറക്കാത്ത കാലുകളോടെ അച്ചു മുന്നോട്ട് ഓരോ അടിയും എടുത്തു വെച്ചു. വീണു പോകുമോ എന്ന് പോലും അവൻ ഭയന്നിരുന്നു. മൈലാഞ്ചി ചെടികൾക്കിടയിലുള്ള ഒരു കബറ് കാണെ ഹാനി അവനെ കൈപിടിച്ച് അങ്ങോട്ട് നടത്തിച്ചു. തറയിൽ നിന്ന് അല്പം ഉയർന്നു നിൽക്കുന്ന കബറിന്റെ അടുത്തായി പോയി അവൻ മുട്ടുകുത്തി നിന്നു. കണ്ണുകൾ നിറഞ്ഞ് കാഴ്ച മങ്ങുന്നുണ്ട്. കണ്ണിൽ അവളുടെ മുഖം മാത്രം. എവിടെ എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്? ചുണ്ട് ചുളുക്കി മുഖം വീർപ്പിച്ച് ചോദിക്കുന്നവൾക്ക് മുന്നിലായി അവന്റെ പേര് കൊത്തിയ മഹർ നീട്ടിപ്പിടിക്കെ അവളൊരു അത്ഭുതത്തോടെ കണ്ണ് വിടർത്തിയതോടൊപ്പം അവനെ ഇറുക്കെ പുണർന്നിരുന്നു. ശേഷം അത് കയ്യിൽ വാങ്ങി അവളുടെ നെറ്റി തൊട്ട് അവനെ കാണിച്ചു. സ്നേഹം പൊതിഞ്ഞ ചുംബനത്തിനായി. ഏറെ നേരമായിട്ടും അവനിൽ നിന്നും പ്രതികരണം കാണാതെ വന്നതിലുള്ള ചടപ്പിൽ തല ഉയർത്തി നോക്കവേ ഇമച്ചിമ്മാതെ അച്ചവളെ നോക്കി നിൽക്കുന്നുണ്ട്. ഇപ്പോഴല്ല, ആളും പേരുമായി നിന്റെ കഴുത്തിൽ ഇതണിയിക്കുന്ന നാൾ തരും. ഒന്നല്ല, 1000 അതിനു മുന്നേ ഐഷു അച്ചേട്ടനെ വിട്ടുപോയ. ബാക്കി പറയുന്നതിന് മുന്നേ കത്തുന്ന നോട്ടം നോക്കുന്നവനെ നോക്കി നുണക്കുഴി കാട്ടിച്ചിരിച്ച് അവൾ അവന്റെ കവളിൽ ചുണ്ടു ചേർത്തു. ഓർമ്മകൾ അവനെ ചുട്ടു പൊള്ളിക്കുമ്പോ അവന്റെ തല പൊട്ടുന്ന വേദന തോന്നിയവന് സഹിക്കാൻ കഴിയാത്ത പോലെ ഒന്നും ഉരിയാടാതെ കുറച്ചുനേരം അതേ ഇരിപ്പ് തുടർന്നു. ശേഷം അവളുടെ 6 അടി മണ്ണിൽ അവന്റെ ചുണ്ട് പതിപ്പിച്ചു. അവന്റെ കണ്ണുനീർ മണ്ണിൽ പതിക്കുമ്പോ തന്നെ ഒരിളം തന്നൽ അവനെ തൊട്ട് തലോടി കടന്നുപോയി. ആ കാറ്റിന് പോലും അവളുടെ ഗന്ധമായിരുന്നു.